ഒരു പ്രവർത്തകനെ വധിക്കുന്നതിന് അവർക്ക് പാപ്പിനിശ്ശേരി എന്ന് നമ്മൾ കേട്ടുകയാണ്. ആ പാപ്പിനിശ്ശേരി എന്ന് പറയുന്നത് നമ്മുടെ എം വി രാഘവന്റെ, കണ്ണൂർ ജില്ലയിലെ സംഘർഷ രാഷ്ട്രീയത്തിന്റെ തുടക്കക്കാരൻ എം വി രാഘവനാണ്. ആ എം വി രാഘവൻ തന്നെ പിന്നീട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ വളർത്തിയ ആളുകൾ എനിക്ക് നേരെ എന്താ ഇത്, ആ രാഘവന്റെ വീട് കത്തിച്ചിട്ടുണ്ട്, രാഘവന്റെ സ്നേക്ക് പാർക്ക് കത്തിച്ചിട്ടുണ്ട്, രാഘവന് നേരെ ആക്രമിച്ചിട്ടുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ രാഘവന്. ഇതേ സംഗതികൾ RSSനെ വെല്ലുവിളിച്ച രാഘവന് പിന്നീട് തന്റെ ശിഷ്യന്മാരും തന്നെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആ പാപ്പിനിശ്ശേരി ഹൈസ്കൂളിൽ EK നായനാരുടെ ഭാര്യ ശാരദ ടീച്ചർ പഠിപ്പിക്കുന്ന സമയത്ത് അവിടെയൊക്കെ സ്കൂൾ ഇലക്ഷനൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇലക്ഷൻ കഴിഞ്ഞാൽ പിറ്റേന്ന് പത്രത്തിൽ കാണാം SFI എതിരില്ലാതെ ജയിച്ചു. ആരും നോമിനേഷൻ കൊടുക്കാനൊന്നും പോയില്ല, കൊടുക്കാൻ പോയാൽ വിവരം അറിയും. മാർക്സിസ്റ്റ് പാർട്ടി തമ്പടിച്ച ആളുകളൊക്കെ തമ്പടിച്ച്, പാർട്ടിക്കാരും ഇതൊക്കെ തമ്പടിച്ച് നോമിനേഷൻ കൊടുപ്പിക്കുന്നു, അവർ ജയിച്ചായിരുന്നു. ഈ അരോളി എന്ന് പറയുന്ന സ്ഥലത്തെ സ്കൂളിൽ, ഗവൺമെന്റ് സ്കൂളിൽ ശാരദ ടീച്ചർ പഠിപ്പിക്കുന്ന അതേ സമയത്ത് നമ്മൾ അവിടുത്തെ മണ്ഡൽക്കാരോ വിശ്വനാഥ്, തറമ്മൽ കീരി ഉദയനൻ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പഴയകാലത്തെ ഏറ്റവും പ്രഗത്ഭനായ ആ കാലത്ത് അവിടുത്തെ പ്രാദേശിക നേതാവായിരുന്ന തറമ്മൽ കീരി ഉദയന്റെ മകന്റെ മകനാണ് വിശ്വനാഥൻ, അവിടുത്തെ മണ്ഡൽക്കാരോ. പാപ്പിനിശ്ശേരി പഞ്ചായത്തിൽ മാർക്സിസ്റ്റ് കോട്ടയിൽ ABVP 10 സീറ്റിൽ മത്സരിച്ച് ജയിക്കുന്നു. 25ാമത്തെ ദിവസം മാർക്സിസ്റ്റുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ജനകീയ പ്രതിരോധം ഉണ്ടായി. എന്താ ജനകീയ പ്രതിരോധം? 10-50 ആളുകൾ ഈ വിശ്വൻ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് വീട് വളഞ്ഞ് ഓടിച്ച് 1.5 കിലോമീറ്റർ ദൂരം ഓടിച്ച് ഒരു മാർക്സിസ്റ്റുകാരൻ തന്നെ വീട്ടിൽ അഭയം തേടിയിട്ട് വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കടന്നിട്ട് 10-30ഓളം വെട്ടുകൾ ഏൽപ്പിച്ചുകൊണ്ട് വിശ്വനെ കൊല്ലാൻ ഒറ്റ കാരണയുള്ളൂ. അവിടെ പോയി ABVPയുടെ പ്രവർത്തനം നടത്തുന്നു. മറ്റാ ചെറുപ്പക്കാരനെ കുറിച്ച് ആർക്കും യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. അവൻ ABVPയുടെ പ്രവർത്തനം നടത്തിപ്പോയി, RSS പ്രവർത്തനം നടത്തി എന്നുള്ളതാണ് കുറ്റം. RSSകാരനാവുക എന്നുള്ളത് ഇത്രയും മൃഗീയമായി കൊല്ലപ്പെടുന്നതിനുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ ന്യായീകരണം. RSSകാരനായി എന്നതാണ് RSSകാരനെ കൊല്ലാനുള്ളവരുടെ ന്യായീകരണം. അതിൽ വിശ്വസിച്ചാൽ മതി. RSSകാരനെ കൊല്ലാൻ അവർക്ക് അധികാരമുണ്ട്. RSSകാരൻ കൊല്ലപ്പെടേണ്ടവരാണ് എന്നതാണ് അവരവരുടെ ഇടയിൽ നടത്തുന്ന പ്രചരണം. ഇപ്പോ ഏറ്റവും അവസാനം നടന്ന ഈ സംഭവങ്ങൾ, ആ സംഭവത്തിൽ കഴിഞ്ഞ സമാധാന കമ്മിറ്റി യോഗത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ പങ്കെടുത്ത സമാധാന കമ്മിറ്റി യോഗത്തിൽ അതിനു മുമ്പൊക്കെ അവർ നടത്തിയ പ്രചരണം എന്താണ്? വലിയ പ്രചരണം. CPMന്റെ 4 പ്രവർത്തകന്മാർ ഏകപക്ഷീയമായി കൊല്ലപ്പെട്ടു. അപാരമായ ക്ഷമ CPM കാണിച്ചു. ക്ഷമിച്ച് നിന്നു. ഓരോരുത്തരെയും കൊല്ലുമ്പോഴും ഞങ്ങൾ അവരോട് പറഞ്ഞു, കൊല്ലരുതേ 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 എന്ന് പറഞ്ഞു. എന്നിട്ടും കൊന്നു, 4 പേരെ കൊന്നു. പിന്നെ ജനങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ട് ഇളകി. ജനങ്ങൾ പ്രതികരിച്ചപ്പോ ഇപ്പോ RSSകാരൻ അടങ്ങി എന്നാണ് അവരിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജയകൃഷ്ണൻ മാസ്റ്ററുടെ വധത്തിന് ശേഷം അറിയാമല്ലോ, നമ്മൾ കേട്ടുകയാണ് 1999 ഡിസംബർ മാസം 1-ാം തീയതി ജയകൃഷ്ണൻ മാസ്റ്ററെ കൊല്ലുന്നതിന് തൊട്ടു 2 ദിവസം മുമ്പ് GR കൃഷ്ണയ്യരുടെ സാന്നിധ്യത്തിൽ സമാധാന കരാർ ഉണ്ടാക്കിയിട്ട് ഒപ്പിട്ടതാണ് നമ്മളും അവരും. 2 ദിവസം കഴിയുന്നതിന് ഇടയിലാണ് GR കൃഷ്ണയ്യർ ഇപ്പൊ വിളിച്ചപ്പോ ഗോപാലകൃഷ്ണനൊക്കെ ആ കാര്യം ഓർമ്മിപ്പിച്ചു കൃഷ്ണയ്യരോട്. അന്ന് അങ്ങയുടെ കരാറിന്റെ ഒപ്പിട്ടിട്ട് 2 ദിവസത്തിനുള്ളിലാണ് ജയകൃഷ്ണൻ മാസ്റ്ററെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ സ്കൂളിൽ ക്ലാസ് മുറിയിൽ കയറി വെട്ടിക്കൊന്നത്. അതേ തുടർന്ന് വലിയ പ്രശ്നങ്ങളുണ്ടായി. പുതിയ കാര്യങ്ങൾ അവരങ്ങനെയാണ്. പുതിയ കൊലപാതകത്തിലൊക്കെ പുതിയ രീതികളാണ്. ആ രീതികളിൽ മുമ്പ് തന്നെ നമ്മളുമായിട്ടുള്ള സംഘർഷം മാത്രമല്ല, മുമ്പ് തന്നെ ഏറ്റവും ക്രൂരമായി എങ്ങനെ ചെയ്യാം എന്നുള്ളതിൽ പരീക്ഷണങ്ങൾ നടത്തുന്നവരാണ് അവിടുത്തെ മാർക്സിസ്റ്റ്. 1968 EMS ഗവൺമെന്റ് ഭരിക്കുന്ന സമയത്താണ്. ആ സമയത്ത് തന്നെ ഒരു ട്രാൻസ്പോർട്ട് പണിമുടക്ക് നടന്നപ്പോ ഓടിയ ഒരു ബസ്, ആ ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്ന ആളുകളെ ചുട്ടു എന്നൊരു സംഭവം മട്ടന്നൂരിനടുത്ത് അവിടെ ഉണ്ടായിരുന്നു. 4 പേരെ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്, ആ ബസ്സിൽ തീവെച്ച് ബസ്സിൽ വെച്ച് തന്നെ 4 പേരെ കൊന്നൊരു ഉണ്ടായിരുന്നു. ഇങ്ങനെ വളരെ മൃഗീയമായി. ഇപ്പോ സത്യൻ എന്ന് പറയുന്ന നമ്മളെ സ്വയംസേവനെ കൊന്നത് കഴുത്തറുത്തിട്ടാണ് കൊന്നത്.
1999 ഡിസംബർ മാസം 6-ാം തീയതിയായിരുന്നു ജ്യേഷ്ഠ മാസ്റ്റർ സംഭവത്തിന് ശേഷം സമാന കമ്മിറ്റി യോഗം വന്ന് നായനാരുടെ സാന്നിധ്യത്തിൽ അവിടെ യോഗം ചേർന്നു. എല്ലാവരും നമ്മളോട് പറഞ്ഞു, നിങ്ങളൊരു സാക്രിഫൈസിന് തയ്യാറാവണം, നിങ്ങളാണ് വിട്ടുവീഴ്ച ചെയ്യേണ്ടത്, നിങ്ങളുടെ ഭാഗത്ത് വലിയ നഷ്ടം വന്നിട്ടുണ്ട്, ഞങ്ങൾ അംഗീകരിക്കുന്നു. ആരും അതിനെ അംഗീകരിക്കുന്നില്ല. ജ്യേഷ്ഠ മാസ്റ്ററെ കൊന്നത്, ജ്യേഷ്ഠ മാസ്റ്ററെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായം, യോഗത്തിൽ പങ്കെടുത്ത എല്ലാവരും. നമ്മളോട് ഒരു ത്യാഗത്തിന് തയ്യാറാണെന്ന് പറഞ്ഞു. കണ്ണൂർ ജില്ലയുടെ സമാധാനത്തിനു വേണ്ടി, കേരളത്തിന്റെ സമാധാനത്തിനു വേണ്ടി നമ്മൾ അങ്ങനെ ഒരു ത്യാഗത്തിന് തയ്യാറായി. നമ്മൾ പറഞ്ഞു, നമ്മൾ മുൻകൈ എടുത്തൊരു പ്രശ്നവും കണ്ണൂർ ജില്ലയിൽ ഉണ്ടാവില്ല, ഉണ്ടാക്കൂല. അത് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ഉറപ്പാണ്. മാന്യ സേതുവേട്ടൻ ഉൾപ്പെടെ ആ യോഗത്തിലുണ്ടായിരുന്നു. അങ്ങനെ 2-3 കൊല്ലം വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടിയാണ്, അവർക്ക് അങ്ങനെ പ്രശ്നമില്ലാതിരിക്കാൻ സാധിക്കില്ല. അവര് തലശ്ശേരിയിൽ തന്നെ 2002 മാർച്ച് മാസം 2-ാം തീയതി മാർക്സിസ്റ്റ് പാർട്ടി വിട്ടുവന്ന ഈ 2 പേരെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച മേലൂരിലുള്ള സുജേഷിനെയും സുനിലിനെയും കൂട്ടി. നമ്മുടെ ഭാഗത്തും തിരിച്ചടിയൊന്നും ഉണ്ടായിട്ടില്ല. തലശ്ശേരിക്ക് പുറത്തുള്ള സ്ഥലങ്ങളിൽ വളരെ മൃഗീയമായി നമ്മുടെ ഒരു സ്വയംസേവകൻ ബസ് ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഉത്തമൻ എന്ന് പറയുന്നത് സ്വയംസേവകനെ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ബസ്സിൽ ഡ്രൈവറുടെ സീറ്റിലിട്ടിട്ട് കെട്ടിക്കുന്നു. അവിടെ വെച്ച് തന്നെ ബസ്സിൽ വെച്ച്. അതിനൊരു സ്വാഭാവികമായും മറ്റുള്ളവർ പറയാം, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ ഒരു കൊലപാതകം നടന്ന ഉടൻ തന്നെ തിരിച്ചടി RSകാരുടെ ഭാഗത്തുനിന്നുണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവും. ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ആ ശവസംസ്കാരം, ഉത്തമന്റെ ശവസംസ്കാരം കഴിഞ്ഞു പോവുകയായിരുന്ന ഉത്തമന്റെ ബന്ധു കൂടിയായിരുന്ന അമ്മുഅമ്മ, 70 വയസ്സാണ് അമ്മുഅമ്മ. ഞങ്ങളുടെ നാട്ടിലാണ് അവരുടെ വീട്. അവര് ആ ജീപ്പ് ഓടിച്ചിരുന്നത്, അവർ പോകുന്ന ജീപ്പ് ശവസംസ്കാരം കഴിഞ്ഞിട്ട് നമ്മുടെ നാട്ടിലെ സ്വയംസേവരും ഈ അമ്മുഅമ്മയും വേറൊരു സ്ത്രീയും കൂടി ഇങ്ങനെ പോകുന്ന ജീപ്പ് ഓടിച്ച്, ഷിഹാബ് എന്ന് പറഞ്ഞൊരു മുസ്ലിമാണ് ജീപ്പ് ഓടിക്കുന്നത്. ജീപ്പ് ഓടിച്ചിങ്ങനെ പോകുന്ന സമയത്ത് ജീപ്പിന് ബോംബെറിഞ്ഞു. ബോംബെറിഞ്ഞ് ഡ്രൈവർ ഷിഹാബ് മരിച്ചു. അമ്മുഅമ്മ പുറത്തേക്ക് ചാടിയിട്ട് അപ്പോഴത്തേക്ക് അവർക്കൊരു ഏറ് കിട്ടിയിരുന്നു. അവരുടെ ഒരു ഭാഗം പോയിരുന്നു. അവരിങ്ങനെ 2 കൈയും കൂപ്പി നിൽക്കുന്ന ആ രംഗം കണ്ട ആളുകൾ, അവിടുത്തെ മാർക്സിസ്റ്റുകാർ തന്നെയായിട്ടുള്ള സ്ത്രീകൾ, ഞങ്ങൾ പോയ സമയത്ത് ഒരു അരമണിക്കൂറിനുള്ളിൽ എത്തിയ സമയത്ത് അവർ കരഞ്ഞുകൊണ്ട് പറഞ്ഞത്, ഈ അമ്മുഅമ്മ 70 വയസ്സുള്ള ആ സ്ത്രീ കൈ ഇങ്ങനെ കൂപ്പി നിൽക്കുകയാണ്. ആ കൈ കൂപ്പി നിൽക്കുന്ന സമയത്താണ് 2ാമത്തെ ബോംബ് അവരുടെ വയറ്റിനെറിയുന്നു. വയർ തകർന്ന് അവർ മരിച്ചു, അവിടെ ഉള്ളിൽ മരിച്ചു. ഒരു സ്ത്രീ, 70 വയസ്സുള്ള സ്ത്രീ. അവർ പറയുകയാണ്, ഞങ്ങൾ ജനങ്ങൾ പ്രതിരോധിക്കുകയാണ്. ഷിഹാബ് എന്ന് പറയുന്ന 22 വയസ്സുള്ള മുസ്ലിം ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ അമ്മുഅമ്മയും 2 പേരും അവിടെ മരിച്ചു. പിറ്റേന്ന് അവിടുത്തെ പള്ളി, ആ മുസ്ലിം പള്ളിയിൽ പടിക്കച്ചാൽ ജുമാഅത്ത് പള്ളി എന്ന് പറഞ്ഞ പള്ളിയുടെ അകത്താണ് അമ്മുഅമ്മയുടെയും ഷിഹാബിന്റെയും മൃതശരീരം ഒരുമിച്ച് വെച്ചത്. 10,000-കണക്കിന് ആളുകൾ, മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒരുമിച്ച് ആ പള്ളിക്കകത്താണ് പൊതുദർശനത്തിന് വെച്ചത്. ന്യൂനപക്ഷ സംരക്ഷണത്തിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ മാർക്സിസ്റ്റ് പാർട്ടി. ഒരു സ്ത്രീയെയും, വൃദ്ധസ്ത്രീയെയും, ഒരു മുസ്ലിം ചെറുപ്പക്കാരനെയും ഒരുമിച്ച് ശവസംസ്കാരം കഴിഞ്ഞ് പോകുമ്പോ ബോംബെറിഞ്ഞ് കൊല്ലുകയാണ്. ആ അമ്മയുടെ മക്കൾ, ആ അമ്മയെ സ്നേഹിക്കുന്ന ആളുകൾ, അവർക്കൊക്കെ ഉണ്ടാകുന്ന വികാരം, അവർക്കൊക്കെ ഉണ്ടാകുന്ന രോഷം, പക, അതിന്റെ ആഴം ആർക്കാണ് അളക്കാൻ സാധിക്കും? ഈ സുജേഷിന്റെയും സുനിലിന്റെയും കൊലപാതകം ഉണ്ടായി, തിരിച്ചടിയൊന്നും ഉണ്ടായിട്ടില്ല. നമ്മുടെ അധികാരിമാർ, സംഘത്തിന് അധികാരിമാർ കൊടുത്ത ഉറപ്പിന്റെ കൂടെ തന്നെ നിന്നു. ഓരോ സമാധാന കമ്മിറ്റി യോഗത്തിലും പറഞ്ഞു, CPM ഇങ്ങനെ നമ്മുടെ നിരപരാധികളായ പ്രവർത്തകരെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. തൊട്ട് 3 മാസം കഴിയും